ഹായ്, മിഷനറി അന്വേഷിച്ച് പോയിട്ട് പിന്നെ എവിടെ പോയെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ മിഷനറിയൊക്കെ അന്വേഷിച്ച് നടന്ന് 1-2 സ്ഥലത്തൊക്കെ എൻക്വയറി ഒക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് കോതമംഗലം ഒരു പാർട്ടിയുടെ എൻക്വയറി ചെയ്തിരുന്നു. നമ്മളവിടെ ഇതിനു മുമ്പ് ഒന്ന് പോയിരുന്നേ, അന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് വേണമെങ്കിൽ ഒരു ട്രയൽ പോലെ അവിടെ ചെയ്തു നോക്കാം, നിങ്ങൾ സാധനമായിട്ട് വന്നോളാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കോതമംഗലത്തിന് പോയേക്കുവാണ്. രാവിലെ തന്നെ പോയിട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചെമ്പരത്തിപ്പൂവും പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, കുറച്ച് ഏത്തപ്പഴം ഇതൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. ജസ്റ്റ് ട്രയൽ അടിക്കാനായിട്ട് ഓരോ ട്രയലും ഓരോ ഐറ്റമാണ് നമ്മൾ ഇട്ടിരുന്നത്. അവിടെ ചെന്ന് വാഷ് ചെയ്ത് സ്ലൈസ് ചെയ്ത് നമ്മൾ ട്രയൽ അത് നിരത്തി വെച്ച് ഉണങ്ങാൻ ആയിട്ട് ഡ്രയറിനകത്ത് വെക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞ കാരണം എല്ലാം ഒരേ തിക്നെസ് അല്ല, അതുകൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രൈ ചെയ്ത് കിട്ടിയപ്പോൾ നമ്മൾ സ്ലൈസർ ഉപയോഗിച്ച് സ്ലൈസ് ചെയ്ത് തന്നെ വെച്ചാലാണ് നല്ലത്. അങ്ങനെ ഇതെല്ലാം അവിടെ വെച്ച് ഏതാണ്ട് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വേണം ഓരോന്നും ഒന്ന് ഡ്രൈ ആയി കിട്ടെ. നമ്മളവിടെ വെച്ചിട്ട് പിന്നെ അത്രയും നേരം സ്പെൻഡ് ചെയ്യണ്ടേ. അവിടെയൊക്കെ ഒന്ന് ടൗണിലേക്ക് ഒന്ന് കറങ്ങി തിരിച്ച് വന്നപ്പോൾ ചെമ്പരത്തിയുടെ അത് നല്ലതായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പൊടിയുന്ന പരുവത്തിൽ കിട്ടിയിരുന്നു. ബാക്കി കുറച്ചും കൂടെ സമയം എടുത്ത് ഏതാണ്ട് 12 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ബാക്കിയെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയത്. അപ്പോൾ നമ്മളതവിടെ വെച്ചിട്ട് അവർ പിന്നെ നമുക്കത് കൊറിയർ ചെയ്ത് തരുകയാണ് ചെയ്തിരുന്നത്. ക്യാരറ്റും ഒക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഏറ്റവും നന്നായിട്ട് പെട്ടെന്നും നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടിയത്. അപ്പം നമുക്ക് റിസൾട്ടൊക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെയാണ് വന്നത്. നമുക്ക് റേറ്റ് കൊണ്ടാണെങ്കിലും അതിൻ്റെ പവർ കൺസംഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തിരിയും കൂടെ നല്ലതെന്ന് തോന്നിയത് ഇവരുടെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തത്. അങ്ങനെ നമ്മൾ കൊട്ടേഷനൊക്കെ ആയിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ഇവരുടെ കയ്യിൽ ഈ ഒരു മിഷൻ മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള മിഷനുകളും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇനിയുള്ളത്. ഇതുപോലെ തന്നെ പോയി ടെസ്റ്റ് ചെയ്തെല്ലാം നോക്കി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.